ട്രെക്കിങ്ങിന്റെ 4th ഡേ ആയ ഇന്നാട്ടോ ഇവിടെ ഷിയാഗുരുവിലെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള റിവർ ക്രോസ് ഒക്കെ ചെയ്യേണ്ടത്. ഈ റിവർ രാവിലെ തന്നെ ക്രോസ് ചെയ്യണം. ഉച്ചയായി ഇതിനേക്കാൾ ഹെവി സീൻ ആയിരിക്കും, അതായത് ഭയങ്കര ഒഴുക്കായിരിക്കും. ഇത് കണ്ട ഈ റിവർ ഇങ്ങനെ ക്രോസ് ചെയ്യണം, ആ വള്ളിയിൽ പിടിച്ചിട്ട് അതും ചെരുപ്പൊന്നും ഇടാണ്ട്. നമുക്ക് അവിടുത്തെ റിവർ ക്രോസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പുറത്ത് വന്ന് ഹാൻഡ് ടു ഹാൻഡ് അങ്ങനെയാണ് റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ റോപ്പില്ല. ഇത് ഞാൻ വെറുതെ തുള്ളിക്കളിക്കുന്ന അല്ല ഗൈസ്, റിവർ ക്രോസിന് ശേഷമുള്ള എൻ്റെ അവസ്ഥയാ. ആരായാലും ഒന്ന് തുള്ളിപ്പോവും, അമ്മാതിരി തണുപ്പായിരുന്നു. കൂടാതെ വെള്ളത്തിൻ്റെ അടിയിൽ മുട്ടം കല്ലുകളും. മരവിച്ച് പോയി ഗൈസ്, ഞാൻ മരവിച്ച് പോയി. ഈ വർക്കൗട്ടൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ, ഇപ്പോൾ ഒരു റിവർ ക്രോസ് കഴിഞ്ഞായിരുന്നു കേട്ടോ. കാലൊക്കെ തണുത്ത് മരവിച്ച് ഐസ് പോലെ ആയിപ്പോയി. അയ്യോ, പിന്നെ സോക്സും ഷൂസൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ നടന്നു. ഇനി അടുത്തത് ചത്രു എത്തണം. ഏകദേശം 8 കിലോമീറ്ററോളം ഉണ്ട്. പിന്നെ ഇന്നത്തെ ട്രെക്കിംഗ് കൂടുതലും ഇറക്കവാട്ടോ. നമ്മൾ ഇന്നലെ കയറിയ ആ ഒരു മലയെല്ലാം വീണ്ടും തിരിച്ചിറങ്ങി പോകണം. കാരണം ഇന്നാണ് 4ാമത്തെ ദിവസം. നാളത്തോടെ ട്രെക്കിംഗ് കഴിയും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോണത്. അവിടെ റോഡ് പോലെ ഉണ്ട്, നോക്ക്. കഴിഞ്ഞ ഡേയ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ഈസി ട്രെക്കിംഗ് ആയിരുന്നു ഗൈസ്. പാറയുടെ ഇടയ്ക്കുണ്ടല്ലോ നല്ല നല്ല മഞ്ഞ കളർ പൂക്കളൊക്കെ ഉണ്ട്, കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഞാൻ ട്രെക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കൊക്കെ കുറെ ആടിനെയൊക്കെ കണ്ടായിരുന്നു. അവരൊക്കെ പുല്ല് നിന്ന് ചില്ല് ചെയ്യുമായിരുന്നു ഗൈസ്. ഈ ഒരു വ്യൂവും ഈ ഒരു ആടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ടാറ്റാ.